ദിലീപിനെതിരെ കടുകുമണിയുടെ വലിപ്പത്തിൽ തെളിവുകളില്ല. കള്ളം പറഞ്ഞ് ദിലീപിനെ കൊടുക്കാനായിട്ട് പോലീസ് ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. ചിത്രമാണ് ഈ പൾസർ സുനിയുമായി പൾസർ സുനിയുമായിട്ട് ദിലീപ് ചിത്രന ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി. എന്തൊരു അന്യായമാണെന്ന് ആലോചിച്ച് നോക്കി. ഇത് പറഞ്ഞതാരാ? രാഹുൽ ഈശ്വർ അല്ല, DGP ശ്രീലേഖ. പോലീസിന്റെ തലപ്പത്തിരുന്ന DGP ഒരു പക്ഷേ തിരുവനന്തപുരത്തിന്റെ മേയറായ ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ള. എന്താ ക്വസ്റ്റൻ അറിയില്ല, ഞാൻ വായിച്ചില്ല. പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെ സന്ധ്യയും പോലീസ് ഉദ്യോഗസ്ഥ സന്ധ്യയും മറ്റൊരു തരത്തിൽ ഈ ദിലീപിനെ ഞാൻ ആരുടെയും പേര് പറയരുതെന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആരും പേര് പറയരുതെന്ന് എന്നോട് എൻ്റെ അഡ്വക്കേറ്റിന്റെ, സുപ്രീം കോടതി അഡ്വക്കേറ്റിന്റെ അടക്കം ശക്തമായ നിർദ്ദേശമുള്ളതുകൊണ്ട് പേര് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ പറയാം. ശ്രീ ദിലീപിനെ കൊടുക്കാൻ 2 പേരാണ് ശ്രമിച്ചത്. ആ 2 പേര് ആരൊക്കെയാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ശ്രീ ദിലീപ് കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ശ്രീ ദിലീപ് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം കൃത്യമായി ആ 2 പേരുടെ കാര്യങ്ങൾ മറ്റും സൂചിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു ദിലീപ് കുറ്റാരോപിതൻ മാത്രമാണ്, കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ദിലീപിനെ ക്രൂശിക്കരുതെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മറുവശത്തേക്ക് വരുമ്പോൾ താങ്കൾ തന്നെ പറയുന്ന 2 പേർ എന്ന് പറയുന്നത് അവരും കുറ്റാരോപിതർ മാത്രമാണ്, അല്ലെങ്കിൽ ദിലീപ് ആരോപിക്കുന്നതാണ്, അതും തെളിഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും അവരെ നമുക്ക് ക്രൂശിക്കാനുള്ള സാധ്യത. FIR പോലും ഇടില്ല. സ്ത്രീകൾക്കെതിരെ FIR എന്നൊരു പരിപാടി വളരെ റെയർ ആയിട്ടില്ലെന്ന് പറയുന്നില്ല, ഇടുന്നില്ല. ഇപ്പോൾ ഉദാഹരണം KR മീര, വലിയ എഴുത്തുകാരിയാണ് കേട്ടോ, വളരെ ഭാഷാ സ്വാധീനമുള്ള നല്ല സങ്കല്പങ്ങളുള്ള എഴുത്തുകാരിയാണ്. KR മീര ഗ്രീഷ്മ ഷാരനെ ചിലപ്പം കലക്കി കൊല്ലേണ്ടി വരും എന്ന് കളിയാക്കി ഒരുത്തൻ മരിച്ചതാണ്. ഒരുത്തനെ വിഷം കൊടുത്ത് അവൻ ഉള്ളിലെ ശരീരം അഴുകി ദ്രവിച്ചു മരിച്ച ഒരുത്തനാണ്. അവനെക്കുറിച്ച് കളിയാക്കി പറഞ്ഞു. ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. ഒരാഴ്ച എടുത്തു റെസീറ്റ് തരാൻ. സാധാരണ കംപ്ലൈൻറ്റ് കൊടുത്ത് അപ്പം റെസീറ്റ് തരണം. ഒരാഴ്ച എടുത്തു റെസീറ്റ് തരാൻ. ഇതൊരു FIR പോലും ഇട്ടിട്ടില്ല. ഇതിന്റെ കാര്യം എന്താ അറിയാം? അതൊരു മനസ്ഥിതിയാണ്. അതിനെ പാരഡൈം, ഒരു പരിപ്രേക്ഷ്യം എന്നോ മൈൻഡ് സെറ്റ് എന്നോ ഒക്കെ വിളിക്കാം. അതായത് ആണുങ്ങളുടെ ജീവന് വിലയില്ലെന്നോ, ആണുങ്ങളുടെ കരിയറിന് വിലയില്ലെന്നോ, ആണുങ്ങളുടെ സമയത്തിനും ഊർജത്തിനും ധനത്തിനും വിലയില്ലെന്നോ ഉള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ട്. 2, സ്ത്രീകൾക്ക് വേണ്ടി പറഞ്ഞാൽ മാത്രമേ അങ്ങനെ കയ്യടി ഉണ്ടാവൂ, മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടൂ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പരിപോഷിപ്പിക്കുന്ന ധാരണയാണ്. ഒരു കാലത്ത് ശരിയാണ്, സ്ത്രീകൾ കുറേ നമ്മുടെ നൂറ്റാണ്ടുകളുടെ അടിമത്വം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ പിന്നോക്കാവസ്ഥയുണ്ട്, ഇല്ലെന്ന് പറയണില്ല, സത്യമാണ്. അതുകൊണ്ട് സ്ത്രീപക്ഷ നിയമം വേണം. പക്ഷേ പുരുഷനെ കുടുക്കിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവൂ എന്ന് വിചാരിക്കുന്ന എന്താ കാര്യം?